തിരക്കിനിടയിലും അവർ കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു. അവർക്ക് പിന്നാലെ തന്നെ ഡെവിയും. ഡെവി നോക്കിക്കാണുമായിരുന്നു അവർ തമ്മിലുള്ള സ്നേഹം. അവരെ പോലെ പ്രണയിക്കാൻ മറ്റാർക്കും കഴിയില്ല. ഡെവി ഒരു പുഞ്ചിരിയോടെ ഓർത്തു. അവൻ പതിയെ തന്റെ ഫോൺ കയ്യിലെടുത്തു. ജയുടെ ഭദ്രയുടെ വീഡിയോ അവൻ ജയ്ക്ക് സെൻഡ് ചെയ്യുന്നതിനൊപ്പം തന്നെ എമിക്കും അയച്ചു കൊടുത്തിരുന്നു. ജയ് കള്ളച്ചിരിയോടെ ഡെവി ഒന്ന് തിരിഞ്ഞു നോക്കി. ഡെവി അവനെ കൂർപ്പിച്ചൊന്ന് നോക്കി. ഒന്ന് പോടാ നാണം കെട്ടവനെ. പതിയെ പിറുപിറുത്തു. അവൻ പറഞ്ഞതും അവന്റെ പിറുപിറുക്കൽ ജയ് കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. ആയിക്കോട്ടെ. ചുണ്ട് കൂർപ്പിച്ച് ജയ് അവൻ പറഞ്ഞതുപോലെ തന്നെ അതുപോലെ പറഞ്ഞു. എമിയോട് സ്ത്രീയെ കണ്ടെത്തിയ വിവരം അവൻ വിളിച്ചു പറഞ്ഞിരുന്നു. അവൻ ആ വീഡിയോ സെൻഡ് ചെയ്തതും മറുതലത്തിൽ ബ്ലൂടിക്ക് വീണിരുന്നു. ഇവൾ ഇതിനകത്ത് പെറ്റു കിടക്കുവാണോ ഏതു സമയവും? ഡെവിയിൽ പരിഭവം നിറഞ്ഞു. എന്നെ ഒന്ന് വിളിച്ചുകൂടെ ഈ പെണ്ണിന്? പണ്ടൊക്കെ 24 മണിക്കൂറും ഇച്ഛായെന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്ന പെണ്ണായിരുന്നു. നമ്മൾ ഇവിടെ മൂത്ത് നരച്ചു പോകും ഇങ്ങനെ പോയാൽ. അവനൊന്ന് നിശ്വസിച്ചുകൊണ്ട് അവർക്കൊപ്പം നടന്നു നീങ്ങി. നല്ല തിരക്കുള്ളതിനാൽ ചുറ്റും ആളുകളുടെ ചിരിയും സംസാരം കേൾക്കാമായിരുന്നു. അവർ അവിടെ കണ്ട ഫുഡ് കോർട്ടിലേക്ക് കയറി. ചുറ്റും നല്ല വെളിച്ചവും നല്ല തിരക്കും ഉണ്ടായിരുന്നു. അവർ അധികം തിരക്കില്ലാത്ത ഭാഗത്തേക്ക് ചെന്നിരുന്നു. ദാ നിങ്ങൾ ഇവിടെ ഇരുന്നോ, ഞാൻ അപ്പുറത്തിരിക്കാം. അവർക്കൊരു പ്രൈവസി കിട്ടാനായി ഡെവി പറഞ്ഞു. ഹോ, അത്രയ്ക്കൊന്നും ഉപകാരം ചെയ്യണ്ടെന്ന് അളിയ. ഇവിടെ നിന്നും നീ എങ്ങോട്ടും പോകുന്നില്ല, അവിടെ ഇരിക്കടാ, ജയ് കപടദേശത്തോടെ പറഞ്ഞു. അത് കേൾക്കെ ഒരു ചിരിയോടെ അവനും അവർക്കടുത്തുള്ള ചെയറിലേക്ക് ഇരുന്നു. നിനക്ക് എന്താ വേണ്ടേ? ജയ് സംശയത്തോടെ ഭദ്രയോട് ചോദിച്ചു. അവൾ ചുണ്ടു പിളർത്തി കൊച്ചുകുട്ടികളെ പോലെ അവനെ ഒന്ന് നോക്കി. കാര്യം മനസ്സിലായ പോലെ അവനൊന്ന് നിശ്വസിച്ചു. നീ എന്നോട് പറയാതെ പോയത് കൊണ്ടല്ലേ എനിക്ക് നിന്നെ തല്ലേണ്ടി വന്നത്. അല്ലാതെ നിന്നെ ഞാനിപ്പോ ഒന്ന് നുള്ളി നോക്കിയോ പൊന്ന. അവന് അവളുടെ അവസ്ഥയിൽ വല്ലാത്ത വേദന തോന്നി. അത് സാരമില്ല ഏട്ടാ, എനിക്ക് വിഷമമൊന്നുമില്ല. ഞാൻ തെറ്റ് ചെയ്തുകൊണ്ടല്ലേ എന്നെ തല്ലിയേ. കൊച്ചെ, ഇനി നീ ഞങ്ങളോട് പറയാതെ ഇങ്ങനെയുള്ള സാഹസ്യമൊന്നും കാണിക്കരുത് മോളെ. ഇവൻ എന്തുമാത്രം വേദനിച്ചെന്ന് നിനക്കറിയാമോ? വേണ്ട ഡെവി, അത് കഴിഞ്ഞില്ലേ? അവൻ ശാസനയോടെ ഡെവിയോട് പറഞ്ഞു. ഏട്ടാ, ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഏട്ടനെ വിളിച്ചതാണ്. പക്ഷെ റേഞ്ച് തീരെ കിട്ടിയില്ല. പിന്നെ അവളുമാരെ നിർബന്ധിച്ചപ്പോൾ സമ്മതിക്കേണ്ടി വന്നതാ. അവരോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞതാ. അനുവിന്റെ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് നാളെ. അതുകൊണ്ട് അത്യാവശ്യമായി ഒന്ന് മാളി പോകണമെന്ന് പറഞ്ഞോണ്ടാ. അവൾ കണ്ണു നിറച്ച് അവനെ നോക്കിക്കൊണ്ട് പറയവേ ജയ്ക്കും ഡെവിക്കും ഒരുപോലെ പാവം തോന്നി. പെട്ടെന്ന് വിഷയം മാറ്റാൻ എന്ന പോലെ. അയ്യേ, ഇങ്ങനെ കരയാതെ കൊച്ചെ. ജീവിതമായാൽ ഇങ്ങനെയൊക്കെയല്ലേ. ഇണക്കമുള്ളിടത്തെ പിണക്കം കാണൂ. ഡെവി അവളെ സമാധാനിപ്പിച്ചു. അവർ 3 പേരും തണുത്ത ജ്യൂസാണ് ഓർഡർ ചെയ്തത്. അവർക്ക് വേണ്ടത് വാങ്ങിച്ചോളാൻ അവൾ പറഞ്ഞെങ്കിലും അവൾക്ക് കഴിക്കാൻ പറ്റാത്തോണ്ട് അവർ ജ്യൂസ് തന്നെയാണ് വാങ്ങിയത്. വൈകിട്ട് ജയും ഡെവിയും ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു. ഭദ്ര വന്ന പാടെ കിടന്നിരുന്നു. അവൾക്ക് ഇന്നത്തെ സംഭവങ്ങൾ ഓർക്കവേ വല്ലാത്ത വിഷമം തോന്നിയിരുന്നു. ജയ് പറഞ്ഞതനുസരിച്ച് അവൾ കിടന്നിരുന്നു. ജയ് കുറച്ചു നേരം അവളുടെ കൂടെ കിടന്നതിന് ശേഷം ഡെവി വിളിച്ച പ്രകാരമാണ് ബാൽക്കണിയിലേക്ക് വന്നത്. മോൾക്കിപ്പ എങ്ങനുണ്ടടാ? അവൻ ആവലാതിയോടെ ജയ്യോട് ചോദിച്ചു. എല്ലാം അറിഞ്ഞതിന്റെ ഒരു ഷോക്കിലാണ് ഭദ്ര. പിന്നെ നേരത്തെ തന്നെ ജിത്തിൽ നിന്ന് മോശം അനുഭവം നേരിട്ടതല്ലേ. എല്ലാം കലങ്ങി തെളിയാൻ കുറച്ച് സമയം കൊടുക്കണം. ജയ് ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ഡാ. ഡെവി അവന്റെ തോളിലെ കൈ അമർത്തി. എന്താ എന്ന പോലെ ഡെവിയെ നോക്കിയവൻ. നിനക്ക് അഗ്നിയോട് ദേഷ്യം തോന്നുന്നുണ്ടോ? എന്തിനാടാ? എനിക്ക് അവനോട് ഒരു ദേഷ്യവുമില്ല. അവനൊരു അത്ഭുതമാടാ എനിക്ക്. അവനില്ലായിരുന്നെങ്കിൽ ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കുമായിരുന്നു എന്റെ പെണ്ണിനെ. നിനക്ക് അറിയാവുന്നതല്ലേ ഡെവി, അവൾക്ക് വേണ്ടി ഞാൻ എവിടെല്ലാം അലഞ്ഞിരുന്നുവെന്ന്. നമ്മൾ വണ്ടി നിർത്തിയിട്ടില്ലേ, ആ സമയത്താണ് അഗ്നിയുടെ മെസ്സേജ് എന്നെ തേടിയെത്തിയത്. അവളെ കാണാതായ വിവരം പോലും നമ്മൾ അവനെ അറിയിച്ചില്ല. എന്നിട്ടും ഒരു സംശയം കൊണ്ടാ അവൻ എനിക്ക് മെസ്സേജ് ഇട്ടത്. അത് മാത്രമല്ല, ഞാൻ അവളിൽ ഒരു ട്രാക്കർ ഘടിപ്പിച്ചിരുന്നു. ടെൻഷന്റെ ഇടയ്ക്ക് ഞാൻ അധികം മറന്നുപോയിരുന്നു. ആ ട്രാക്കർ എനിക്ക് വഴികാട്ടിയായി. അവരുടെ കയ്യിൽ എന്റെ പെണ്ണകപ്പെട്ടിരുന്നെങ്കിൽ അതുപോലും എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ലടാ. അടിക്കണമെന്ന് എന്റെ മനസ്സിലുണ്ടായിരുന്നില്ല, പക്ഷെ തല്ലിപ്പോയി. ആ സമയം എനിക്ക് എന്റെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലടാ, അവൻ വേദനയോട് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞില്ലടാ, നീ അത് വിട്. ട്രാക്കറോ? അത് നീ എന്നോട് പറഞ്ഞില്ലല്ലോടാ. ഡെവിയിൽ സംശയം. തൽക്കാലം നീ അറിയണ്ട. അയ്യടാ, അളിയൻ അറിയാൻ പറ്റിയ കാര്യം തന്നെ. അവൻ പുച്ഛിച്ചു. പോടാ, അവന്റെ ഒരു പുച്ഛം. ഡെവി. ജയയുടെ ശബ്ദം കുറച്ച് കടുത്തു. അത് മനസ്സിലായ പോലെ ഡെവി അവനെ ഒന്ന് നോക്കി. 2 ദിവസത്തേക്ക് ഞങ്ങൾ ഇവിടെ ഉണ്ടാകില്ല.
ഞങ്ങൾ ഞങ്ങളുടേതായ ലോകത്ത് ചേക്കേറാൻ പോകുകയാണ്. നിനക്കറിയാലോ ഡെവി, അവളുടെ മനസ്സിപ്പോൾ നൂലഴിഞ്ഞ പട്ടം പോലെ ആടാ. ജിത്തിന്റെ പെരുമാറ്റം അവളെ അത്രമേൽ തളർത്തിയിരുന്നു. ഓഹോ, ചുരുക്കം പറഞ്ഞ ഹണിമൂൺ. ഡെവി ചിരിച്ചുകൊണ്ട് തലയാട്ടിക്കൊണ്ട് അവനെ കളിയാക്കി. ഇവനോട് പറഞ്ഞ് എന്നെ വേണം തല്ലാൻ, ജയ് പറഞ്ഞുപോയി. ഡാ, നല്ല തീരുമാനമാടാ. നിങ്ങൾ പോയിട്ട് വാ. പോയി വരുമ്പോഴേക്ക് മോൾ ഓക്കെ ആകും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവൾ ഒന്ന് മാറി നിൽക്കുന്നത് നല്ലതാടാ. നിങ്ങൾ പോയിട്ട് വാ, ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഡാ ആദിമോൾ, അവൻ ഡെവിയോട് എന്തോ പറയാൻ തുടങ്ങിയതും അവൾ എന്റെ കൂടി പെങ്ങളാ. പിന്നെ നീ പറഞ്ഞിട്ട് വേണ്ടേ അവളെ നോക്കാൻ? ഒന്ന് പോടാ, ഞാൻ അവളെ ശ്രദ്ധിച്ചോളാം. രാത്രിയിൽ തുണി മടക്കുകയായിരുന്നു ഭദ്ര. കുളിച്ചതിന്റെ ഫലമായി വെള്ളത്തുള്ളികൾ അവളുടെ കഴുത്തില സ്ഥാനം പിടിച്ചിരുന്നു. ജയ് വാതിൽ തുറന്നകത്തേക്ക് വരുമ്പോൾ ഇതാണ് കാണാൻ കഴിഞ്ഞത്. അവൻ അവളെ അടിമുടി ഒന്ന് നോക്കി. വെള്ളത്തുള്ളികൾക്ക് പുറമെ രാത്രിയുടെ വെളിച്ചത്തിൽ അവളുടെ സ്വർണ്ണ രോമങ്ങൾ പോലും എഴുന്നേറ്റ് നിന്നിരുന്നു. അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി നൽകുന്നതായിരുന്നു. ഇടുപ്പോളമുള്ള മുടി ടവലിനെ ചുറ്റി കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചില്ലി റെഡ് കളർ ടോപ്പും പാന്റുമായിരുന്നു പെണ്ണിന്റെ വേഷം. അവൾക്കരികിലേക്ക് എത്തിയതൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല. അവൻ ചെന്ന് അവളുടെ പിൻകഴുത്തിലായ മുഖം ചേർക്കവേ അവന്റെ ആ നീക്കത്തിൽ അവളൊന്ന് പിടഞ്ഞുപോയി. എന്തിനാ പെണ്ണ് ഇങ്ങനെ പിടയുന്ന്? ഞാനല്ലേ? അവന്റെ പതിഞ്ഞ സ്വരം അവളുടെ കാതുകളിൽ കുളിരണിയിച്ചു. അവൾ ഒന്നും മിണ്ടിയില്ല. ഭദ്രേ, അവളുടെ കഴുത്തിലെ നേർമയായി ഒന്ന് ചുംബിച്ചുകൊണ്ട് വിളിക്കവേ അവൾക്കൊന്ന് മൂളാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ആ നിമിഷം അവൾ ഒന്നും മിണ്ടാതെ അങ്ങനെ നിന്നതും അവൻ അവളെ ബലമായി പിടിച്ച് തന്റെ നേർക്ക് തിരിച്ചിരുന്നു. പരൽമീനെ പോലെ പിടയ്ക്കുന്ന കണ്ണുകൾ, മേൽചുണ്ടിൽ വിയർപ്പ് തുള്ളികൾ സ്ഥാനം പിടിച്ചിരുന്നു. അവൾക്ക് അവനെ നോക്കാൻ എന്തോ നാണം തോന്നി. ഇന്ന് നടന്ന സംഭവങ്ങൾ ഓർത്താണ് തന്നെ ഇങ്ങനെ നോക്കാതിരിക്കുന്നതെന്ന് അവന് മനസ്സിലായിരുന്നു. എന്റെ പെണ്ണ് മിണ്ടില്ലെന്ന് തോന്നുന്നല്ലോ. അപ്പൊ എന്താ ചെയ്യുക? അവൻ ആലോചനയോടെ നിന്നതും മുഖമുയർത്തി നോക്കിയിരുന്നു അവൾ ആ നിമിഷം. അവളുടെ മുഖത്തെ നാണം അവനെ അത്രമേൽ അടിമപ്പെടുത്തിയിരുന്നു. ഇനിയും തനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല എന്ന് അവന് നന്നായി അറിയാമായിരുന്നു. അവള് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അവളുടെ പിടച്ചിലിൽ അവന് മനസ്സിലാകുമായിരുന്നു. പൊന്ന, നമ്മൾ 2 ദിവസത്തേക്ക് ഇവിടെ കാണില്ല. നമുക്ക് വയനാട് വരെ ഒന്ന് പോയാലോ? എന്താ എന്റെ കുഞ്ഞിന്റെ അഭിപ്രായം? അവൻ അവളുടെ താടിയിൽ കൊഞ്ചിച്ചുകൊണ്ട് ചോദിക്കവേ ആരൊക്കെ ഏട്ടാ പോകുന്നേ? ചാച്ചനും ആദ്യം പൊന്നും ഒക്കെ വരുവോ? കണ്ണുവിടുത്തിയുള്ള അവളുടെ ചോദ്യം കേൾക്കവേ അവനൊന്ന് കൂർപ്പിച്ചു നോക്കി അവളെ. അവരെ മാത്രം ആക്കുന്നത് എന്തിനാ കുഞ്ഞ? നമ്മുടെ അച്ഛനെ അമ്മയും എല്ലാവരും വിളിക്കാം, പിന്നെ നാട്ടുകാരെ കൂടി വിളിക്കാം. ഒരു വെറൈറ്റി ഒക്കെ ആകട്ടെ. അവൾക്ക് അവൻ കളിയാക്കിയതാണെന്ന് മനസ്സിലായി. ഏട്ടാ, അവളൊന്ന് ചിണങ്ങി. കൊച്ചു പിള്ളേരൊക്കെ കെട്ടിയാൽ എങ്ങനെ ഇരിക്കും? 6 മാസം കഴിഞ്ഞ് ഇവൾക്ക് ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച് വല്ല വിചാരം ഉണ്ടോ എന്ന് നോക്കണേ. എന്റെ ദൈവമേ, ഇങ്ങനെ ഒരെണ്ണം. അവൻ പതിയെ പിറുപിറുത്തു. അവൾക്ക് അപ്പോഴാണ് കാര്യം മനസ്സിലായത്. അവളുടെ കവിളുകൾ നാണത്തെ ചുവന്ന് തുടുത്തിരുന്നു. നമ്മൾ പറഞ്ഞുകൊണ്ട് അവൻ മുഖമുയർത്തി അവളൊന്ന് നോക്കിയതും കണ്ടു കവിളുകൾ ചൂപ്പിച്ച് നിൽക്കുന്ന തന്റെ പെണ്ണിനെ. അവൾക്ക് താൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി എന്നവന് അവളുടെ നിൽപ്പിൽ നിന്ന് മനസ്സിലായി. ഇങ്ങനെ ചുവപ്പിക്കാതെ പെണ്ണെ, ഈ കവിളുകൾ ഇങ്ങ് കടിച്ചെടുക്കുവേ ഞാൻ, പറഞ്ഞുകൊണ്ട് കടിക്കുന്ന പോലെ കാണിച്ചതും പിടപ്പോട് നോക്കി പെണ്ണ്. മതി ബ്ലഷ് അടിച്ചത്, ഇനി അവിടെ ചെന്നിട്ട് മതി, അല്ലെങ്കിൽ കൺട്രോൾ വിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യും. പിന്നെ കാത്തിരുന്ന ഹണിമൂണ് വെള്ളത്തിലാകും. അല്ല, വെള്ളത്തിലാകില്ല, കാണാനുള്ളതല്ലേ. കണ്ട പിന്നെ എങ്ങനാ? സസ്പെൻസ് പൊട്ടില്ലേ? അവൻ കുറുമ്പോടെ പറയവേ അയ്യേ, ഇങ്ങനൊരു മനുഷ്യൻ പറഞ്ഞുകൊണ്ട് അവനെ തല്ലാനായി പോയതും അവൻ ഓടി ബാത്റൂമിലേക്ക് കയറിയിരുന്നു. ഭദ്രേ, 2 ദിവസത്തേക്കുള്ള ഡ്രസ്സും മറ്റു സാധനങ്ങളും പെട്ടെന്ന് എടുത്തു വെക്കണേ, നമ്മൾ ഇപ്പൊ തന്നെ ഇറങ്ങുവാണ്. ബാത്റൂമിൽ നിന്നുകൊണ്ട് തന്നെ അവൻ വിളിച്ചു പറയവേ അവളുടെ ഹൃദയം ശക്തമായി മിടിക്കാൻ തുടങ്ങിയിരുന്നു. അവൾ വല്ലാതെ വിയർത്തു പോയിരുന്നു. പിന്നെ അവൻ വരുമ്പോഴേക്കും അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം അവൾ എടുത്തു വെച്ചിരുന്നു. അവൻ ഷെൽഫ് തുറന്ന് അതിൽ നിന്ന് ഒരു കവർ കൂടി പുറത്തെടുത്തിരുന്നു. കുഞ്ഞ, ദേ ഇതുകൂടി പറഞ്ഞുകൊണ്ട് ആ കവർ അവളെ ഏൽപ്പിച്ചിരുന്നു. അവൾ എന്താണെന്ന് നോക്കാൻ തുടങ്ങിയതും ഇപ്പൊ വേണ്ട പെണ്ണെ, നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം, നീ റെഡിയാകാൻ നോക്ക് പറഞ്ഞുകൊണ്ട് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് അവൻ ഒരുങ്ങാൻ തുടങ്ങിയിരുന്നു. കുറച്ചു നേരത്തെ ഒരുക്കത്തിനൊടുവിൽ അവൻ അവളോട് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. പോകുന്ന കാര്യം അവൻ എല്ലാവരോടുമായി പറഞ്ഞുകൊണ്ട് തിരിച്ചു റൂമിലേക്ക് വന്നിരുന്നു.
അവൻ വാങ്ങിക്കൊടുത്ത ഒരു ബ്ലൂ കളർ ക്രോപ്പ് ടോപ്പും ജീൻസുമായിരുന്നു അവളുടെ വേഷം. ആ വേഷം അവളുടെ വെളുത്ത നിറത്തിന് കൂടുതൽ ഭംഗി നൽകിയിരുന്നു. അവളുടെ മുടി ഉണക്കി പോണിറ്റെയിൽ കിട്ടിയിരുന്നു. ഒരു കയ്യിൽ സാധാരണ സിമ്പിൾ ചെയിനും മറു കയ്യിൽ ഒരു വാച്ചും ഇട്ടിരുന്നു. കഴുത്തിൽ താലിമാലയ്ക്ക് പുറമെ ഒരു ചോക്കർ കൂടി ഉണ്ടായിരുന്നു. കാതിൽ ഒരു ചെറിയ കുടക്കമ്മൽ ഉണ്ടായിരുന്നു. അത് നടക്കുന്നതിനനുസരിച്ച് താളം പിടിക്കുന്നത് പോലെ. കണ്ണുകൾ ഭംഗിയായി എഴുതിയിട്ടുണ്ട്. ചുണ്ടിൽ നേർമയായി ലിബാം ഇട്ടിട്ടുണ്ട്. നെറ്റിയിൽ ഒരു ചെറിയ കറുത്ത പൊട്ടുമുണ്ട്. ജയുടെ ശ്വാസം നിന്നു പോയിരുന്നു ആ നിമിഷം. അത്രമേൽ സുന്ദരിയായ ഒരു പെണ്ണ്. നാടൻ വേഷമാണെങ്കിലും മോഡേൺ വേഷമാണെങ്കിലും അവൾക്കത് നന്നായി ഇണങ്ങുന്നത് പോലെ അവന് തോന്നിപ്പോയി. തലയൊന്ന് കുടഞ്ഞ് നോട്ടം പിൻവലിക്കാൻ നോക്കിയെങ്കിലും അവന് നോട്ടം പിൻവലിക്കാൻ തോന്നിയില്ല. എങ്കിലും അവളിൽ നിന്ന് നോട്ടം മാറ്റി ബാഗുമായി പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. അവന്റെ പിന്നാലെ തന്നെ ഭദ്രയും. രാത്രി പ്രത്യേക വൈബല്ലേ. ആദ്യമൊക്കെ കളിയാക്കുന്നുണ്ടായിരുന്നു. സാധാരണ ഹണിമൂണാകുമ്പോഴായിട്ട് രാവിലെ അല്ലേ പോകാറുള്ളത്, ഇതെന്തുവായിട്ട് രാത്രി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചെക്കനാണെങ്കിൽ ഒരു കൂസലും ഇല്ല. ഭദ്ര പിന്നെ ആകെ ചമ്മി നിന്നതേ ഉള്ളൂ. എല്ലാവരോടും പറഞ്ഞ് അവർ ഇറങ്ങിയപ്പോഴേക്ക് 10 മണി കഴിഞ്ഞിരുന്നു. അവിടെ നിന്ന് വയനാട് വരെ ഒരുപാട് ദൂരമുണ്ടായിരുന്നു. ഭദ്രയ്ക്കാണെങ്കിൽ ഡ്രൈവിംഗ് അറിയുകയുമില്ല. അത് മാത്രമല്ല, ജയ് തന്റെ താറായിരുന്നു എടുത്തിരുന്നത്. അവനെല്ലാം വെറൈറ്റിയാണ്. ഡെവി ചുണ്ടിൽ നിറഞ്ഞ പുഞ്ചിരയാലെ ഓർത്തു. രാത്രിയിൽ ഒരു യാത്ര, അതും പേടിക്കാതെ തന്റെ ഭർത്താവിനൊപ്പം, അതൊരു പ്രത്യേക വൈബ് തന്നെയാണ്. അങ്ങനെ ഒരു ആഗ്രഹമില്ലാത്ത പെൺകുട്ടികളുണ്ടോ? ഭദ്ര ചിന്തിക്കാതിരുന്നില്ല. എന്താണ് ഭാര്യ, ഭയങ്കര ആലോചനയിലാണല്ലോ. ഫസ്റ്റ് എയ്ഡ് മുടക്കാൻ എന്തെങ്കിലും കുരുട്ടുപൊത്തി ഓർക്കുവാണോ? അവനൊരു കള്ളച്ചിരിയോടെ ചോദിച്ചതും ഇങ്ങനൊരു മനുഷ്യൻ. അവളുടെ കവിളുകളിൽ നാണമിരച്ചു കയറിയിരുന്നു. അതവൻ കാണാതിരിക്കാൻ അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു. അവനിൽ അപ്പോഴും പുഞ്ചിരിയായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ കൂടുള്ളത് 2 അമിട്ടുകളും വീരം കൂടിയ ബോംബുകളാണ്. അവറ്റകൾ എന്തെങ്കിലും കുരുട്ടുപുത്തികൾ പറഞ്ഞു തന്ന തീർന്നില്ലേ? അവൻ പറയവേ നാണമില്ലാത്ത മനുഷ്യൻ പറഞ്ഞുകൊണ്ട് അവന്റെ കയ്യിലായി ഒരു തല്ല് വെച്ചു കൊടുത്തു. നമ്മൾ എവിടെ കേട്ടാ പോകുന്നത്? അവളി അതറിയാൻ ആകാംക്ഷ നിറഞ്ഞു. അത് കാണവേ അവന് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. വയനാടാണ് എന്ന് പറഞ്ഞില്ലേ കുഞ്ഞ? അവിടെ ഒരുപാട് ടൂറിസ്റ്റ് മേഖലകളുണ്ട്. എന്തോ എനിക്ക് പുറത്തൊക്കെ പോകുന്നതിനേക്കാൾ ഏറെ ഇഷ്ടം അതാണ്. ഞാൻ നമ്മുടെ വർക്കിന്റെ ഭാഗമായി വയനാട് വരെ പോയിരുന്നില്ലേ കഴിഞ്ഞ മാസം? അന്നു മുതൽ തുടങ്ങിയതാ ഇങ്ങനൊരാഗ്രഹം. അത് മാത്രമല്ല, ഇന്ന് നീ എന്നെ പ്രപ്പോസ് ചെയ്തതുമില്ലേ? അപ്പൊ കരുതി നമുക്ക് ഇതിനെ വരാമെന്ന്. ഒരുപാട് വർഷത്തെ കാത്തിരിപ്പാണ് പെണ്ണെ നീ എന്ന സ്വപ്നം. അത് വേരൊരുക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. വീഞ്ഞു പോലെ പഴക്കമുള്ള പ്രണയം. അവന്റെ വാക്കുകൾ ആർദ്രമായി. ആ വാക്കുകളിലേക്ക് അവൾ ഒരു നിമിഷം ഉറ്റുനോക്കി. പിന്നെ ഞാൻ അവിടെ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇന്ന് അവിടെ തങ്ങാം. എന്തു പറയുന്നു? അവൻ ചോദിക്കുവാൻ സമ്മതം പോലെ തലയാട്ടി പെണ്ണ്. എന്നാൽ ജിത്തു അവരിറങ്ങിയിട്ടുണ്ട്. ഇനി എന്താ പ്ലാൻ? അവരെ തന്നെ നിരീക്ഷിച്ചിരുന്ന 2 കണ്ണുകളിൽ പക ആളിക്കത്തി. ഇപ്രാവശ്യം നമുക്ക് പുറത്തുനിന്ന് ആളെ വെക്കണ്ട. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്താൽ മതിയല്ലോ. നിനക്കറിയാലോ അഗി, ആ ബോസ്, അയാൾ എന്നെ വിളിച്ചിട്ട് ഇനി പറയാനൊന്നുമില്ല. അയാൾ നമുക്ക് തന്ന സമയം തീരാറായിരിക്കുന്നു. ഇനി ഒരു വിളിയും പറച്ചിലും ഉണ്ടാകില്ല. അയാൾ ആദ്യം നമ്മളെ തീർത്തിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കും എന്നാ പറയുന്നത്. ആ പന്ന മോള് കാരണം നമ്മളാകെ പെട്ടിരിക്കുക. അവൾക്കായി അയാൾ ഓഫർ ചെയ്ത പണത്തിന്റെ വലിപ്പം കൊണ്ടാണ് ഞാൻ സമ്മതിച്ചത്. അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാമായിരുന്നു. ജിത്തിൽ ദേഷ്യം ഇരച്ചു കയറി. നീ വിഷമിക്കാതെ ജിത്ത്, ഈ പ്രാവശ്യം നമുക്ക് അബദ്ധം പറ്റില്ല. എടാ, ആരും അറിഞ്ഞോ? അഗി സംശയത്തോടെ ചോദിച്ചു. പിന്നെ അറിയാതെ അവന്റെ വണ്ടി എടുത്തോളാൻ പറഞ്ഞു. നീ എന്തായാലും അവരെ ഫോളോ ചെയ്യ്. ബാക്കി എന്താണെന്ന് വെച്ചാൽ ഞാൻ അറേഞ്ച് ചെയ്യാം. പറഞ്ഞുകൊണ്ട് ജിത്ത് ഫോൺ കട്ടാക്കിയിരുന്നു. ആ കാർ അവർക്ക് പിന്നാലെ തന്നെ പോയിരുന്നു. എന്നാൽ അവർ അറിഞ്ഞിരുന്നില്ല അവർക്ക് പിന്നിലുള്ള അപകടം. കാറിൽ പ്രണയകാലം അലയടിച്ചു. എപ്പോഴും ആ പെണ്ണ് അതിൽ ലയിച്ചു മയങ്ങിയിരുന്നു. എല്ലാവരും കൂടെ പോയാൽ സംശയമാകുന്നതിനാൽ അഗി മാത്രമേ അവരെ പിന്തുടർന്നുള്ളൂ. ജിത്തും ആരവും ഉടനെ തന്നെ വരുമെന്ന ഉറപ്പിൽ അവന്റെ കാർ അവർക്ക് പിന്നാലെ നീങ്ങിക്കൊണ്ടിരുന്നു. 3 മണിക്കൂറിന് ശേഷം അവർ മേപ്പാടി എന്ന വയനാട്ടിൽ ഏറ്റവും പ്രശസ്തമായ സ്ഥലത്ത് എത്തിച്ചേർന്നു. അതൊരു കാട് നിറഞ്ഞ പ്രദേശമായിരുന്നു. കാടുകളും മലകളും നിറഞ്ഞു നിന്നിരുന്ന മനോഹരമായ സ്ഥലം. അവിടുത്തെ രാത്രി അവൻ അത്രയും മനോഹരമായി തോന്നി. താര കുറച്ച് മാറി നിർത്തി. അവന് ചെറുതായി മയക്കം വന്നിരുന്നു. സീറ്റിലായി ചാരി മയങ്ങാൻ തുടങ്ങിയതും ഇതാണ് പറ്റിയ അവസരം. അവന് തൊട്ടുപുറകിൽ വന്ന അഗിയുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കം അലതല്ലി. നിന്നെ ഞാൻ മുകളിലേക്ക് അയക്കു വാഞ്ചനെ. ഇനി നീ വേണ്ട. അവൾ ശ്രീഭദ്ര. അവളെ ജീവനോടെ ഞങ്ങൾക്ക് വേണം. അല്ലായിരുന്നെങ്കിൽ 2 കൂടെ ഒരുമിച്ച് അങ്ങ് ടിക്കറ്റ് എടുത്ത് വിട്ടേരെ ഞങ്ങൾ.
തൽക്കാലം നീ പോ, എന്തായാലും ജിത്ത് വരാൻ താമസിക്കും, അതുവരെ ഞാൻ നിന്റെ ഭാര്യ സ്നേഹിച്ചോളാമടാ എന്ന് ആഗ്രഹിച്ച ഒരുവൾ. നീ അങ്ങ് പോയാലും അവളെ പൊന്നുപോലെ നോക്കാം ആഞ്ജനേ. അഖിയുടെ കാർ അവരുടെ താറിൽ ശക്തമായി ഇടിച്ചിരുന്നു. ആ ഇടിയുടെ ആഘാതത്തിൽ ഭദ്രയുടെ ബോധം മറഞ്ഞിരുന്നു. ജയും പെട്ടെന്ന് വല്ലാതായിരുന്നു. അവന്റെ തല സ്റ്റിയറിംഗിൽ പതിച്ചു. പെട്ടെന്നുള്ള ആഘാതത്തിൽ ജയ് ഒന്ന് വേച്ചു പോയെങ്കിലും അടുത്ത നിമിഷം അവൻ തല ഉയർത്തി. തലയ്ക്ക് നല്ല വേദന അനുഭവപ്പെട്ടു. താർ മുന്നിൽ കണ്ട മരത്തിൽ ഇടിച്ചു നിന്നെങ്കിലും അവൻ വെപ്രാളത്തിൽ ഭദ്രയെ ഒന്ന് നോക്കി. ബോധം മറിഞ്ഞു കിടക്കുകയാണ് അവന്റെ കുഞ്ഞിപ്പെണ്ണ്. സോറി ഭദ്രെ, നമുക്ക് പുറകിലുള്ള അപകടം ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നു. പ്രതീക്ഷിച്ചതാ ഇങ്ങനൊരാക്രമണം. ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് തൽക്കാലം എന്റെ പെണ്ണറിയണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. അവളോട് പതിയെ പറഞ്ഞുകൊണ്ട് അവളുടെ തല സീറ്റിലേക്ക് പതിയെ ചാരി കിടത്തി. അവളുടെ നെറ്റി ചെറുതായി പൊട്ടിയിരുന്നു. നെറ്റിത്തടം ചെറുതായി വീങ്ങിക്കിടപ്പുണ്ട്. വണ്ടി ഇടിച്ചതും അവന്റെ കൈക്ക് മുകളിലാണ് അവളുടെ തല ഇടിച്ചത്. അത് കണ്ട് പേടിച്ച് ബോധം പോയതാണ്, അല്ലാതെ അവൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവളുടെ നെറ്റിൽ പതിയെ തഴുകി അവനൊന്ന് നിശ്വസിച്ചു. അഖി വണ്ടിയിൽ നിന്ന് പതിയെ ഇറങ്ങി ജയയുടെ താറിന്റെ അടുത്തേക്ക് നടന്നു നീങ്ങി. അവൻ താറിന്റെ ഡോർ തുറന്നതും ശക്തമായി കിട്ടിയ ചവിട്ടിൽ അഖി തെറിച്ചു വീണിരുന്നു. ഡോർ തുറന്നിറങ്ങിയവനെ അഖി ഒന്നേ നോക്കിയുള്ളൂ. മുഖമുയർത്തി നോക്കിയപ്പോൾ കണ്ടത് ഇട്ടിരിക്കുന്ന ഷർട്ടിന്റെ 2 ബട്ടൺ ഇളുകി കിടക്കുന്നതാണ്. അതിൽ നിറഞ്ഞു നിൽക്കുന്ന ഈഗിൾ ടാറ്റു. അവന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു കയറി സർവ്വത ചുട്ടരിക്കാൻ പാകത്തിലുള്ളതായിരുന്നു. അവന്റെ മൂക്കിൻ തുമ്പ് പോലെ ചുവന്നു കയറിയിരുന്നു. അവൻ ദേഷ്യം കൊണ്ട് വിറക്കുകയായിരുന്നു. മുന്നിൽ ചെകുത്താൻ ഭാവത്തിൽ നിൽക്കുന്നവൻ അവൻ ആഞ്ജനേയ്. അവന്റെ കണ്ണിൽ ഭയമില്ല, മറിച്ച് വല്ലാത്തൊരു തിളക്കമായിരുന്നു. ആ ഇരുട്ടിലും അവന്റെ കണ്ണുകൾ വജ്രം പോലെ തിളങ്ങിയിരുന്നു. കാറ്റിന്റെ തഴുകളിൽ അവന്റെ സ്മൂത്ത് ചെയ്ത മുടി പാറി പറന്നിരുന്നു. നീ എന്താടാ കരുതിയ പന്ന മോനെ, നിന്നെ ഞാൻ കണ്ടില്ലെന്നോ? വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ കണ്ടതാ ഞാൻ. അപ്പോഴേ നിനക്കുള്ള വിധി ഞാൻ കുറിച്ചതാ. നീ എന്താ കരുതിയത് ഈ ആഞ്ജനെ വിഡ്ഢിയാണെന്നോ? നിനക്ക് അവിടെ തെറ്റി. ചെകുത്താൻ ഭാവത്തിലുള്ള അവന്റെ അട്ടഹാസം ആ ചുറ്റുപാട് മുഴുകി കേട്ടിരുന്നു. ഞാൻ ജീവനോടുള്ളപ്പോ നിനക്കൊക്കെ എന്റെ പെണ്ണിനെ വേണം അല്ലേടാ? വേണ്ട സർ, പ്ലീസ് എന്നെ വെറുതെ വിടണേ, ഒന്നിനും ഞാനിനി വരില്ല. അഖി കരഞ്ഞോണ്ട് പറഞ്ഞെങ്കിലും ആ സമയം കേൾക്കാൻ അവൻ തയ്യാറല്ലായിരുന്നു. അവൻ കേൾക്കില്ല, കാരണം അവൻ ആഞ്ജനേയാണ്. തീർച്ചയായും നിന്നെ വെറുതെ വിടാലോ. നിന്നെ വെറുതെ വിട്ടില്ലെങ്കിൽ പിന്നെ വേറെ ആരെ വിടാനാ? ജയിൽ പുച്ഛം. പെട്ടെന്നാണ് അവർക്ക് മുന്നിലേക്ക് പൊടി പാർത്തിക്കൊണ്ട് 5ഓളം കാറുകൾ നിരന്നു നിന്നത്. അതിൽ നിന്ന് കുറച്ച് ചെറുപ്പക്കാർ ഇറങ്ങി വന്നു. അഖിൽ ചെറിയൊരു ആശ്വാസം നിഴലിച്ചു. ജിത്ത് പറഞ്ഞു വിട്ടതാകും എന്നൊരു വേള അവൻ ചിന്തിച്ചു പോയി. അവർ ജയയുടെ മുന്നിലായി വന്നു നിന്നുകൊണ്ട് അവനെ സല്യൂട്ട് അടിച്ചു. സോറി സാർ, ഞങ്ങൾ കുറച്ച് വൈകിപ്പോയി. ഞങ്ങൾ സാറിന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ ഇടയ്ക്ക് വെച്ച് ഞങ്ങൾക്ക് വഴിമാറിപ്പോയി. അഗ്നിസാറിന്റെ കോളും ഉണ്ടായിരുന്നു, അവർ മടിച്ചു പറഞ്ഞു. ഗൗരവത്തോട് അവനൊന്ന് മൂളി. അഖിയുടെ മുഖം പൊടുന്നനെ മാറിയിരുന്നു. ആ നിമിഷം അവന്റെ മുഖം വിയർപ്പിനാൽ കുളിച്ചു പോയിരുന്നു. ജയ് അവന്റെ അടുത്തായി മുട്ടുകുത്തിയിരുന്നു. നിനക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായോ അഖിൽ പരമേശ്വരൻ? പേടികൊണ്ട് വാക്കുകൾ പുറത്തേക്ക് വരാത്ത നിമിഷം അഖി ഒന്നും പറഞ്ഞില്ല. ഞാൻ പറയാം, ക്രിമിനൽ ഇൻവെസ്റ്റിഗേറ്റർ ആണ് ഞാൻ. നിന്നെ പോലെ തെളിയിക്കപ്പെടാത്ത ക്രൈം തെളിവുകളോടെ കണ്ടെത്തി സാക്ഷികളെ ചോദ്യം ചെയ്ത് കേസ് കോടതിയിൽ എത്തിക്കുന്ന ഉദ്യോഗസ്ഥർ. സ്വന്തം റിസ്കിൽ കണ്ടെത്തുന്ന കുറ്റവാളികളെ കോടതി വഴി ശിക്ഷ വാങ്ങി കൊടുക്കുന്നതാണ് ഞങ്ങളുടെ പതിവ്. പക്ഷേ അവനൊന്ന് നിർത്തി. അഖിയെ നോക്കി. നിന്നെ കൂടാതെ ബാക്കി 3 എണ്ണത്തെ ഞാൻ അങ്ങനെ കോടതിയിൽ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിന്നെയൊക്കെ നല്ലോണം സ്നേഹിക്കാനാണ് എനിക്ക് തോന്നുന്നത്. സർ പ്ലീസ്, ഞങ്ങളൊന്നും ചെയ്യല്ലേ. അവന്റെ ശബ്ദം ആ 4 ഭാഗത്ത് നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ ദയയുടെ ഒരു കണിക പോലും അവനിൽ ആ നിമിഷം ഉണ്ടായിരുന്നില്ല. അഖിക്ക് മനസ്സിലായി അവന്റെ ബോസിനെ മനസ്സിലാക്കിയെന്ന്. ഇനി തനിക്ക് ഒരു രക്ഷയുമില്ല. അവനത് മനസ്സിലായി. പെട്ടെന്നാണ് അഗ്നിയുടെ കോൾ അവനെ തേടിയെത്തിയത്. അഗ്നി കോളിംഗ്. എന്തായി? അഗ്നി ചോദിക്കവേ എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടന്നിട്ടുണ്ട്. അഖിയെ നോക്കി അവൻ പുച്ഛത്തോടെ പറഞ്ഞു. നിങ്ങൾ ഓക്കെ ആണോ? അവൻ അല്പം ആവലാതിയോട് ചോദിക്കവേ ഫൈൻ, ശരി, എന്നാൽ ഞാൻ വിളിക്കാം. ഡാ ഒരു നിമിഷം, നീ ഡെവിയെ കൂടെ നാളെ ഒന്ന് അറിയിക്കണേ. അവൻ വിളിച്ചിരുന്നു, എടുക്കാൻ കഴിഞ്ഞില്ല. ഓക്കെ പറഞ്ഞുകൊണ്ട് അഗ്നി ഫോൺ കട്ടാക്കിയിരുന്നു. അഗ്നിയുടെ ചുണ്ടിൽ ക്രൂരമായ പുഞ്ചിരി വിരിഞ്ഞിരുന്നു ആ നിമിഷം. അലക്സി,
തൊട്ടടുത്ത് നിന്ന അലക്സിനെ അവൻ വിളിക്കവേ, സാർ, ഇവനെ എത്രയും വേഗം നമ്മുടെ ഗോഡൌണിലേക്ക് മാറ്റിക്കോ. 2 ദിവസം ഞാൻ കാണില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഈ 2 ദിവസവും നിങ്ങൾ അവിടെ തന്നെ ഉണ്ടാകണം. പച്ച വെള്ളം പോലും കൊടുക്കണ്ട. 2ാമത്തെ ദിവസം മാത്രം വെള്ളം കൊടുത്താൽ മതി. അവൻ ഓരോ കാര്യങ്ങളും പറഞ്ഞേൽപ്പിച്ചു. ഇതെല്ലാം കേട്ട് നിന്ന് അഗി ഒരു നിമിഷം തറഞ്ഞു നിന്നുപോയി. പിന്നെ സർവ്വശക്തിയും ഉപയോഗിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാൻ 2 അടി ചുവട് വെച്ചതും അലക്സിയും കൂട്ടരും അവനെ വളഞ്ഞിരുന്നു. നീ വിഡ്ഢിയാണെന്ന് ഓരോ നിമിഷവും നീ തെളിയിക്കുകയാണല്ലോ അഖിൽ. തൽക്കാലം മോൻ ചെല്ല്. ഇതുവരെ നിന്റെ ആത്മാർത്ഥ സുഹൃത്തിനെ കണ്ടില്ലല്ലോ. അപ്പോഴാണ് ജിത്തിനെ പറ്റി ഓർത്തത്. ശരിയാണ്, അവൻ വരാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. ജിത്തിന്റെ വാക്കുകൾ കേട്ട് ഇതിനൊക്കെ ഇറങ്ങിയ നിമിഷത്തെ അവൻ പഴിച്ചിരുന്നു. ഓരോ നിമിഷവും ഇനി തനിക്ക് ഒരു രക്ഷയുമില്ല. ഈ അസുരനിൽ നിന്ന് ഒരു മോചനമില്ല. അവനായി വരില്ല, നീ കാത്തിരിക്കണ്ട. പക്ഷെ ഞങ്ങളായി വരുത്തിക്കും ഉടനെ തന്നെ. തൽക്കാലം ഇവരുടെ കൂടെ ചെല്ല്. 2 ദിവസം കഴിഞ്ഞ് നമുക്ക് വിശദമായി കാണേണ്ടതല്ലേ. അവനിൽ ക്രൂരത നിറഞ്ഞു നിന്നിരുന്നു ആ നിമിഷം. സാർ, ഞങ്ങളെന്നാ? അലക്സി ഒരിക്കൽ കൂടി അനുവാദത്തിനെന്നവണ്ണം ചോദിക്കവേ, പൊയ്ക്കോ. നിങ്ങൾ മാത്രം പോരെങ്കിൽ കുറച്ചു പേരെ കൂടെ ഏർപ്പാടാക്കിക്കോ. ഒരു കാരണവശാലും ഇവൻ രക്ഷപ്പെടരുത്, മനസ്സിലായോ? ഒരു കാര്യം കൂടിയുണ്ട്. താറിൽ ചെറിയ ഡാമേജ് പറ്റിയിട്ടുണ്ട്, അത് നന്നാക്കണം. മാത്രമല്ല ഇന്ന് യാത്ര നടക്കുമെന്ന് തോന്നുന്നില്ല. ഇവിടെ അടുത്ത് ഇന്ന് താമസിക്കാൻ ഏതെങ്കിലും വഴിയുണ്ടോ അലക്സി? ജയ് സംശയത്തോടെ ചോദിച്ചു. ഉണ്ട് സാർ, ഈ കാടിന് കുറച്ചുള്ളിലായി ട്രീ ഹൗസുകൾ കൂടുതലായി കാണാൻ കഴിയും. ഇവിടെ ടൂറിസ്റ്റുകൾ താമസിക്കാറുള്ളതാണ്. എങ്കിൽ ഒന്ന് തിരക്കി പെട്ടെന്നൊന്ന് അറേഞ്ച് ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടെ, താറിന്റെ ബാക്ക് സൈഡിൽ ഞങ്ങളുടെ ബാഗും മറ്റു സാധനങ്ങളും ഉണ്ട്. ബുദ്ധിമുട്ടില്ലെങ്കിൽ അവനൊന്ന് നിർത്തി. തീർച്ചയായും സാർ. പറഞ്ഞുകൊണ്ട് അവർക്ക് താമസിക്കാനായി മേപ്പാടി തന്നെ കാടിന് കുറച്ചുള്ളിലായി കാണുന്ന ഹൗസ് അവർക്കായി അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് അവൻ അരികിലായി വന്നു അലക്സി. നിങ്ങൾ ഇറങ്ങുവല്ലേ? അവൻ സംശയത്തോടെ ചോദിച്ചു. യെസ് സാർ. ഒരിക്കൽ കൂടി അവനെ സല്യൂട്ട് ചെയ്തുകൊണ്ട് അഗിയുമായി പോയിരുന്നു ആ നിമിഷം. അവൻ കാറിന്റെ അടുത്തേക്ക് നടന്നിരുന്നു. ആ നിമിഷം അവനിൽ ആകുലത നിറഞ്ഞിരുന്നു. ആ സമയം അവളുടെ സീറ്റിന്റെ അടുത്തായി ചെന്ന് ഡോർ ഓപ്പൺ ചെയ്തു. മുന്നിൽ പൂച്ചക്കുഞ്ഞുങ്ങളെ പോലെ ചുരുണ്ടുകൂടി കിടന്നുറങ്ങുന്ന തന്റെ പെണ്ണിനെ അവൻ ഇമ്മച്ചിമ്മ മറന്ന് നോക്കി നിന്ന് പോയി. ഇടയ്ക്ക് വേദനയിൽ അവളുടെ നെറ്റി ചുളുങ്ങുന്നുണ്ടായിരുന്നു. അത് കാണെ അവന് പാവം തോന്നിപ്പോയി. വല്ലാത്ത വാത്സല്യം തോന്നിപ്പോയി. ഇപ്പൊ നീ ഒന്നും അറിയണ്ട പെണ്ണെ. ഈ ജോലിയുടെ പ്രത്യേകത അങ്ങനെയാണ്. ആരും അറിയരുത്. അത് നമ്മുടെ ജോലിയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. നിന്നെ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലടാ. നിന്റെ സ്വഭാവം വെച്ച് വേണ്ടെന്ന് പറയാൻ ഉള്ള സാധ്യതയുണ്ട്. നീ നോ പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമടി? പക്ഷെ നീ ഒരിക്കൽ അറിയും. അതിനി സമയം വേണ്ടി വരില്ല. എല്ലാം അറിയുമ്പോൾ നീ എന്നെ വിട്ടു പോകുമോ പെണ്ണെ? ഞാനും അഗ്നിയും ഒരുമിച്ചാടി. അഗ്നി എന്റെ ബാച്ചിൽ എന്റെ കൂടെ നിൽക്കുന്നവനാ. അഭിപ്രായ വ്യത്യാസമുണ്ട് ഞങ്ങൾക്കിടയിൽ. പക്ഷെ ജോലി അവൻ പെർഫെക്റ്റ് ആണ്. അഗ്നിയെ കുറിച്ച് ഓർക്കവേ അവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. ജയ് ഭദ്രയെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് ട്രീ ഹൗസിലേക്ക് നടന്നു നീങ്ങി. രാത്രിയുടെ നിലാവെളിച്ചം അവർക്ക് വഴികാട്ടിയായി. അവർ തങ്ങൾക്കായി പറഞ്ഞു വെച്ച ട്രീ ഹൗസിലേക്ക് കയറി. അത് അത്യാവശ്യം വലിപ്പമുള്ളതായിരുന്നു. അവൻ അവളെയും എടുത്ത് അകത്തേക്ക് കയറി. അപ്പോഴേക്കും 5 മണി കഴിഞ്ഞിരുന്നു. ക്ഷീണ കാരണം ജയ് അവളെ തങ്ങൾക്കായി ഒരുക്കിയ കട്ടിലേക്ക് കിടത്തി അവനും അവളുടെ കൂടെ കിടന്നിരുന്നു. ഏട്ടാ! രാവിലെ അവളാണ് ആദ്യം എഴുന്നേറ്റത്. വിളിച്ചുകൊണ്ട് ചുറ്റും അവനെ നോക്കി. അവൾ തന്റെ തൊട്ടപ്പുറത്ത് നിഷ്കളങ്കമായി കിടന്നുറങ്ങുന്ന അവനെ ഒന്ന് നോക്കി. അവളുടെ ശബ്ദത്താൽ അവൻ ഞെട്ടി ഉണർന്നിരുന്നു. അവൾ അവനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. അവൻ അവളുടെ പുറം തട്ടിക്കൊടുക്കുക മാത്രം ചെയ്തുകൊണ്ടിരുന്നു. ആ ഉടൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവളുടെ അവസ്ഥ മനസ്സിലാക്കി അവളെ ആശ്വസിപ്പിച്ചു. അറിയാം, ഇന്നലെ അവൾ ഒരുപാട് പേടിച്ചു പോയിട്ടുണ്ടെന്ന്. അവൾ മുഖമുയർത്തി അവന്റെ മുഖമെല്ലാം തൊട്ടു നോക്കാൻ തുടങ്ങി. ഇല്ല മോളെ, എനിക്കൊന്നും പറ്റിയിട്ടില്ല. നീ ഒന്ന് റിലാക്സ് ആകാൻ നോക്ക്, പേടിക്കാതെ. ജയ് ഓരോന്നും പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചു കൊണ്ടിരുന്നു. അവൾ ഒന്ന് ഓക്കെ ആയതും, ഏട്ടാ, അവർ എന്നെ കൊണ്ടുപോകും. ജിത്തേട്ടൻ എന്റെ ഏട്ടനാ. അയാളെ ഞാൻ കണ്ടതാ. അയാൾക്ക് എന്നെ പറഞ്ഞു വെച്ചിരിക്കുക. ഞാൻ അയാളെ കണ്ടതാ. അന്ന് പറഞ്ഞതാ അയാൾ. എന്തോ എന്നെ നെഞ്ചേറ്റ് ചെയ്തതാ. അയാൾ എന്നെ കൊണ്ടുപോകുവേട്ടാ. അവൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. അവന്റെ ഷട്ടിൽ പിടി ഒന്നുകൂടി മുറുകിയിരുന്നു. അവന്റെ കാര്യങ്ങൾ ഏകദേശം മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. അതെ, ഭദ്ര പഴയ അവസ്ഥയിൽ നിന്ന് തിരികെ വന്നിരിക്കുന്നു. ഇവൾ അന്ന് അയാളെ കണ്ടെന്നുള്ള എന്റെ കണക്കുകൂട്ടലുകൾ ശരിയായിരുന്നു. അയാളിലേക്ക് എത്താനുള്ള ദൂരം കുറഞ്ഞു. ജയ് മനസ്സിൽ ചിന്തിച്ചു. ദേ നോക്കിയ മോളെ, ഞാനുള്ളപ്പോ എന്റെ കുഞ്ഞിന് ആരും എന്നിൽ നിന്ന് പറിച്ചുകൊണ്ട് പോകില്ല. അങ്ങനെ ഞാനുള്ളപ്പോ നിന്നെ വിട്ടുകൊടുക്കുമോ? എന്നെ മറികടന്നാൽ മാത്രമേ അവർക്ക് നിന്നിലേക്ക് എത്താൻ കഴിയൂ. അങ്ങനെ എന്നെ മറികടക്കാൻ പറ്റുമോ കുഞ്ഞാ? നിന്റെ ഏട്ടൻ സ്ട്രോങ് ആടാ.
അവൻ അവളോട് പറയവേ അവളുടെ ചുണ്ടിൽ അവന്റെ വാക്കുകളാൽ പുഞ്ചിരി വിരിഞ്ഞു. ദേ പെണ്ണെ, കരച്ചിലും പിടിച്ചിലും മതി, നമുക്കിന്ന് കുറച്ച് പരിപാടികൾ ഉള്ളതാ, നീ ഇങ്ങനെ ഇരുന്നാൽ ശരിയാകില്ല കേട്ടോ. അവൻ അവളോട് കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് ആ വിഷയം തിരിച്ചുവിട്ടിരുന്നു. അയ്യേ, ഇങ്ങനൊരു മനുഷ്യൻ പറഞ്ഞുകൊണ്ട് അവൾ എഴുന്നേറ്റ് ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. അവളുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു പോയി. പൊന്ന, ഇന്നലെ നമ്മൾ ഇവിടാണ് താമസിച്ചത്. നീ നല്ല മയക്കമായിരുന്നു, നിന്നെ ഉണർത്താൻ തോന്നിയില്ല. പിന്നെ രാത്രിയല്ലായിരുന്നോ, കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല. നമുക്കതൊക്കെ കാണണ്ടേ? വേണം. അവൾക്ക് ആകാംക്ഷയായി. അതേ ആകാംക്ഷയോടെ അവൾ പറഞ്ഞു, എങ്കിൽ വാ. പറഞ്ഞുകൊണ്ട് അവർ ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു.